ഭരണഘടനയുടെ ആമുഖം സത്യത്തിൽ ഒരു മാർഗദീപമാണ്. നിർദ്ദേശക തത്വങ്ങളാകട്ടെ രാഷ്ട്രം സഞ്ചരിക്കേണ്ട പാതയുമാണ്. ആ ദീപം ഏറ്റുവാങ്ങി പാതകളിൽ വെളിച്ചം പടർത്തി മുന്നേറേണ്ടവർ ആ വിളക്ക് കെടുത്തി പാതയിൽ ഇരുട്ടിൽ തപ്പുന്നതാണ് പലപ്പോഴും കാണുന്നത്. ആ സാഹചര്യത്തിലാണ് ഭരണഘടനയുടെ മൂല്യങ്ങളെ ദീപങ്ങളാക്കി വിളക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാവുന്നത്. ആ ഉത്തരവാദിത്വമാണ് നാം ഏറ്റെടുക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, ഭരണഘടന കേവലമൊരു ലീഗൽ ഡോക്യുമെൻ്റ് മാത്രമല്ല, അത് ഒരു ജനതയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പരിണാമങ്ങളുടെ ഉൽപ്പന്നം കൂടിയാണ്. സർ ഐവർ ജെന്നിങ്സിനെ പോലെ ഉള്ള നിയമപണ്ഡിതർ നീണ്ട ഭരണഘടനയ്ക്ക് അനുകൂലമായിരുന്നില്ല. എന്നാൽ കാലവും ചരിത്ര സംഭവങ്ങളും അവരുടെ നിലപാട് തെറ്റാണെന്ന് തെളിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനകളിൽ ഒന്നാണ് നമ്മുടേത്. അത് അങ്ങനെയായതെന്തുകൊണ്ടാണ്? മതം, ജാതി, ഭാഷാ വ്യത്യാസങ്ങളുള്ള കാലിഡോസ്കോപ്പിക് സ്വഭാവമുള്ള ഒരു ജനതയാണ് നമ്മുടേത്. ആ വൈജാത്യങ്ങളെ അംഗീകരിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നുകൊണ്ടാണ് ഇത് ഇത്ര നീണ്ടതായത്. ഒരു ഉദാഹരണം മാത്രം, നമ്മുടെ ഭരണഘടന അൺടച്ചബിലിറ്റിയെ ഒരു കുറ്റകൃത്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് അൺടച്ചബിലിറ്റി എന്നാൽ എന്താണ് എന്നറിയുന്നവർ പോലും വിരളമായിരിക്കും. അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മയാണല്ലോ. ഇന്ത്യൻ സമൂഹത്തിൽ മാത്രമായി നിലനിന്ന ഈ തൊട്ടുകൂടായ്മ എന്തെന്ന് ലോകത്ത് മറ്റൊരു സമൂഹത്തിനും അറിയില്ല. സാംക്രമിക രോഗമുള്ളതുകൊണ്ട് തൊട്ടുകൂടാതായി എന്നേ അവർ കരുതും. സാമൂഹിക ദുരാചാരമാണെന്ന് മനസ്സിലാകില്ല. ഇതുപോലുള്ള സാമൂഹിക സൂക്ഷ്മാംശങ്ങളെ സംബോധന ചെയ്യേണ്ടി വന്നുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഈ വിധത്തിൽ നീണ്ടതായത്. ഇതുമാതിരിയുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ അംശങ്ങൾ എങ്ങനെ ഭരണഘടനയിൽ ഉൾച്ചേർന്നു എന്നത് ആ ഡിബേറ്റ് വായിച്ചാലേ മനസ്സിലാകും. ഡോക്ടർ ബി ആർ അംബേദ്കറെ പോലുള്ള പ്രതിഭാശാലികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുകൂടി വേണം ഭരണഘടനയെ മനസ്സിലാക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. സമൂഹത്തിൽ ഏറ്റവും അധസ്ഥിതരെ, ഏറ്റവും ചൂഷണം ചെയ്യപ്പെട്ടവരെക്കുറിച്ചുള്ള കരുതലോടെ ഭരണഘടനാ നിർമ്മാണത്തിൽ ഇടപെട്ട നേതാവാണ് അംബേദ്കർ. രാഷ്ട്രീയ ജനാധിപത്യത്തിൽ സാമൂഹ്യ നീതി, ജനാധിപത്യ നീതി എന്നിവ രാഷ്ട്ര ശരീരത്തിൻ്റെ രക്തമാംസങ്ങളാണ് എന്ന് നമ്മെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ആ നീതിയില്ലെങ്കിൽ, ആ രക്തവും മാംസവുമില്ലെങ്കിൽ രാഷ്ട്ര ശരീരം ബാക്കിയുണ്ടാവില്ല എന്നർത്ഥം. ഇക്കാര്യം നാം നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഘട്ടമാണിത്.